ഒരു തുറന്ന് സംസാരിക്കണം. എൻ്റെ തെറ്റുകൾ ചേട്ടൻ പറയുമ്പോൾ ഞാൻ അംഗീകരിക്കും. അതുപോലെ ചേട്ടൻ്റെ തെറ്റ് ഞാൻ പറയും. ചേട്ടൻ അംഗീകരിക്കുമോ? നല്ലൊരു കാര്യമാണ്. അംഗീകരിക്കാം, കാരണം കുടുംബജീവിതം കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അംഗീകരിക്കുമല്ലോ. എൻ്റെ തെറ്റുകൾ പറയട്ടെ. നമ്പർ 1, ഇവിടെ പാത്രം കഴുകണതാര്? പാത്രം കഴുകണത് ഞാൻ. ആണല്ലോ. വൃത്തിയുണ്ടാ? 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 വൃത്തിയാക്കാം, നാളെ തൊട്ട് വൃത്തിയാക്കാം. ഇവിടെ വീട് വൃത്തിയാക്കണതാര്? അത് ഞാൻ തന്നെ. ആണോ? വൃത്തിയുണ്ടാ? അല്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം ഞാൻ. രാവിലെ എണീറ്റ് എനിക്കൊരു ഗ്ലാസ് കട്ടൻ തരണതാര്? അത് ഞാൻ. ആണല്ലോ. അതിൽ മധുരം ഇട്ടാണോ തരണത്? മധുരം ഇല്ലേ? എൻ്റെ കൂടാണോ ചോദിക്കുന്നത്? ചേട്ടനല്ലേ അത് നോക്കേണ്ടത്? നാളെ തൊട്ട് മധുരം ഇട്ട് തരാം. ആണോ? മധുരം ഇട്ട് തരാം ഞാൻ. ഇതൊക്കെയാണ് എൻ്റെ കുഴപ്പം. ഇതൊക്കെയാണ് ചേട്ടന്റെ കുറ്റം. ഞാൻ ഇനി തൊട്ട് ക്ലിയർ ആക്കിക്കോളാം. ഇനി എൻ്റെ അടുത്ത് പറയും. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിന്റെ സംസാരമില്ലേ, ശകലം ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. എന്റെ സംസാരേ ശകലം ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. എൻ്റെ സംസാരം ശകലം കുറയ്ക്കണം. അത്ര എങ്കിൽ പിന്നെ പ്രശ്നമില്ല. അതാണ് നമ്മളെ കുടുംബത്തിലെ പ്രശ്നം. എന്റെ സംസാരം അല്ലേ? എൻ്റെ സംസാരമാണ് ഈ വീട്ടിലെ പ്രശ്നമൊന്നും. എടി മിന്നു, നീ എപ്പോഴെങ്കിലും എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഉറച്ച് ഞാൻ സംസാരിക്കണത് നീ കേട്ടിട്ടുണ്ടോ? അമ്മ, അങ്ങേര് പറഞ്ഞ കേട്ടോ അമ്മ, എൻ്റെ സംസാരമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം തകരണമെന്ന്. അപ്പം എൻ്റെ സംസാരം പ്രശ്നം. നിങ്ങൾ എന്തായാലും ബാത്റൂമിനകത്ത് താമസമാവൂലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ, അപ്പോൾ മറുപടി പറഞ്ഞാലേ വെച്ചു. എൻ്റെ സംസാരം പ്രശ്നം, വേറെ ആര് സംസാരിച്ചാലും പ്രശ്നമില്ല. അതാണെങ്കിൽ ദാമ്പത്യ ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് പോവുള്ളൂ. എൻ്റെ സംസാരമാണല്ലോ ഇവിടെ പ്രശ്നം. മറുപടി പറയണേ. എൻ്റെ സംസാരം പ്രശ്നമില്ലേ? വേറെ ആര് സംസാരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ സംസാരമാണ് പ്രശ്നം.